ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചുമായി ബന്ധപ്പെട്ട്. കാർ ഡ്രൈവിങ്ങിൽ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത്. ക്ലച്ചിൻ്റെ യൂസ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയും പെട്ടെന്ന് തന്നെ ക്ലച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും. അതുപോലെ തന്നെ നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ ക്ലച്ചിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. വാഹനം ഓടിക്കുന്ന പലർക്കും തന്നെ ക്ലച്ചിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളിൽ പല ആൾക്കാരും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന ചെറിയതും വലിയതുമായിട്ടുള്ള മിസ്റ്റേക്കുകളും ഇത് ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാർ ഡ്രൈവിങ്ങിൽ ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന പല ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന പല ഡ്രൈവേഴ്സും ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ചെറിയതും വലിയതുമായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. കാറ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് അറിയാം, പക്ഷെങ്കിൽ ഡ്രൈവിങ്ങിൽ അറിവില്ലായ്മ കൊണ്ട് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ. ഇതിലേറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്കുകൾ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. അതായത് ഇപ്പം ഞാൻ എൻ്റെ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം കയറി ക്ലച്ച് ചവിട്ടുക എന്നുള്ളതല്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളുടെ വലത്തേക്കാല് ബ്രേക്കിനോട് നേരെ വരികയും രണ്ടാമത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് പല ആൾക്കാർ ഈ ഫുൾ ക്ലച്ച് ചവിട്ടത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലരെ ഫുൾ ക്ലച്ച് ചവിട്ടുന്നത് വിട്ടുപോകും. ഒരു 3/4% ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കും. വണ്ടി സ്റ്റാർട്ടായൊക്കെ കിട്ടും, പക്ഷേ അത് നമ്മുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യണം? 3/4% അല്ല നമ്മൾ ചവിട്ടേണ്ടത്, പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടി ഫ്ലോറിലേക്ക് കാല് എത്തുന്ന പരുവത്തിന് തന്നെ ക്ലച്ച് ചവിട്ടുക. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു, വാഹനം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ശരിക്കും വാഹനം ഓടിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് ക്ലച്ച് താങ്ങി ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചായിരിക്കും വാഹനം എടുക്കുന്നത്. അതായത് ക്ലച്ച് ഇരപ്പിച്ച് വാഹനം എടുക്കുന്ന മെത്തേഡ്. അതായത് എന്ത് ചെയ്യും? ഇതുപോലെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കും. ഇപ്പം നമ്മുടെ വണ്ടി നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് കിടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ആക്സിലറേഷൻ ഇതുപോലെ അങ്ങോട്ട് ചവിട്ടി പിടിക്കും. കാരണം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് മൂവ് ആകാതെ ഓഫ് ആകാൻ പാടില്ല. അതിനെന്ത് ചെയ്യും? ആക്സിലറേഷൻ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുത്തു പിടിച്ചിട്ട് പതിയെ ഇങ്ങനെ ക്ലച്ച് ചെയ്യുന്ന സമയം എടുത്ത് കണ്ടെത്തി ഇതുപോലെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് വരും. എന്നിട്ട് ആ പോയിന്റ് എന്ത് ചെയ്യും? ഹാഫ് ക്ലച്ച് പോയിന്റ് അവിടെ ബാലൻസ് ചെയ്ത് പിടിക്കും. കാരണം വണ്ടി ഓഫ് ആകാൻ പാടില്ലെന്നൊക്കെ ഓർത്താണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങ് കൊടുത്തു പിടിച്ചിട്ട് വളരെ സാവധാനത്തിൽ 2-3 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ വണ്ടി നീങ്ങുന്ന ആ ഒരു കുറേ സമയം നീങ്ങി കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഇങ്ങനെ ക്ലച്ച് താഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ ഇരപ്പിച്ച് വാഹനം മൂവ് ആക്കുന്ന ഒരു മെത്തേഡ്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വാഹനത്തിന് ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഒപ്പം തന്നെ വാഹനം നിങ്ങൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്ത കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരുന്ന ഒരു പ്രശ്നം വരും. ഇങ്ങനെയൊന്നുമല്ല നമ്മളൊരു വാഹനം ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി എൻ്റെ വണ്ടി നിർത്തി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ബ്രേക്ക് എന്ന കാലെടുക്കുക, ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക, ആക്സിലറേഷൻ കൊടുക്കണ്ട. എന്നിട്ട് പതുക്കെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ വരുന്നു. അപ്പോൾ തന്നെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്നതിനോടൊപ്പം പതുക്കെ ലൈറ്റ് ഒരു ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി കണ്ടോ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. എടുത്തു കഴിഞ്ഞാൽ ലാഗ് ഇല്ലാതെ ഉടൻ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. ഇനി അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ ഇനി നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വാഹനം നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട്
പലരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇടത്തെ കാല് എപ്പോഴും ക്ലച്ച് പെഡലിന് മേളിൽ ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് എന്ത് ചെയ്യും, റെസ്റ്റിന് കാലിങ്ങനെ വെറുതെ വെച്ചേക്കും. ഇനി നമുക്ക് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി കൊടുക്കാമല്ലോ, അടുത്ത ഗിയർ ഇടാനായിട്ടൊക്കെ എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ വണ്ടി നിർത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടാലോ, ബ്രേക്കിലേക്ക് വരാമല്ലോ. ഈ ചിന്തയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഇടത്തെ കാല് ക്ലച്ചെ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതി. കുറച്ച് ക്ലച്ച് താഴ്ത്തി പിടിച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ ഓടിക്കും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ക്ലച്ചെ കാല് വെച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യരുത്. ഇങ്ങനെ ഡ്രൈവ് ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ചിന് തീർച്ചയായിട്ടും ഡ്രൈവിംഗിൽ തേയ്മാനം സംഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിംഗിൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരു കാരണവശാലും ഡ്രൈവിംഗിൽ നിങ്ങൾ ഇടത്തേക്കാല് ക്ലച്ചിൽ വെച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട പ്രശ്നം അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ലാഗ് വരുമോ എന്നുള്ളൊരു പേടിക്കായിരിക്കും പല ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പം സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് തേർഡ് ഗിയറിലേക്ക് ഇടണം. തേർഡ് ഗിയറിലേക്ക് ഇടാൻ തീരുമാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പതിയെ നിങ്ങൾ ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് ജസ്റ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുക. ക്ലച്ച് താക്കാൻ പാടില്ല. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇതുപോലെ കാല് റിലീസ് ചെയ്യുക. ഇപ്പം തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് വളരെ സുഖകരമായിട്ട് ക്ലച്ച് യൂസ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് എന്ത് ചെയ്യണം, ഫ്ലോറിലേക്ക് വെക്കണം. പിന്നെ നിങ്ങൾക്കൊരു വളവ്, ഇതുപോലെ ഒരു വളവൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇടത്തെ കാല് ജസ്റ്റ് ക്ലച്ച് വെക്കാം. ഒന്ന് ബ്രേക്ക് വന്നൊന്ന് വണ്ടി ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെക്കുക. അതായത് തിരക്കുള്ള ഏരിയ വരുന്ന സമയത്ത്. എന്നിട്ട് ആ ഏരിയ മാറുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിലേക്ക് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമ്മൾ ഇനി ഫോർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ക്ലച്ച് വെക്കുന്നു. എന്നിട്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കുക. ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്താണെങ്കിലും അഡ്വാൻസ് ഇതുണ്ട്, ബ്രേക്ക് വന്ന് നേരത്തെ ഇടത്തെ കാല് ക്ലച്ചിൽ ഒന്ന് എടുത്ത് വെച്ച് ക്ലച്ച് ചവിട്ടി നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഈ രീതിയിൽ ക്ലച്ച് ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഞാൻ പറയാം. അതായത് ഗിയർ ഡൗൺ ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് ഉണ്ടാകും, ഒരു ചാട്ടം വരും. ഈ ചാട്ടം ഒഴിവാക്കാനായിട്ട് എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ തേടി വരികയാണ്. ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വാഹനം വരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വാഹനത്തിനുള്ളിൽ ജെർക്കില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് 1 2 3 4 സെക്കൻഡ് കൊണ്ട് പതിയെ ക്ലച്ചിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്ത് വരികയാണ്. അങ്ങനെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്താൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഓരോ ഗിയർ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ചാട്ടം ഒഴിവായി കിട്ടും. ഞാൻ പറഞ്ഞൊരു ഐഡിയ കിട്ടുമോ? ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കണം. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആ ഒരു സമയത്ത് ഇടത്തേക്കാല് ക്ലച്ച് വെക്കുന്നു. ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു ആ സമയത്ത് ക്ലച്ച് പിടിക്കുന്നു. 1 2 3 4 ഒരു 3-4 സെക്കൻഡ് കൊണ്ട് പതിയെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തുണ്ടോ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് ജെർക്ക് വരത്തില്ല. നമ്മൾ അതിന് പകരമായിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് നമ്മൾ പെട്ടെന്നാണ് ഉണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് എടുക്കണം. ഇപ്പം ഞാൻ സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് പിടിച്ച് തേർഡ് എടുത്ത് ഇതുണ്ട് വണ്ടി ചാടി. ഇങ്ങനെ നിങ്ങൾ ക്ലച്ചിനെ റിലീസ് ചെയ്യരുത്. അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു മെത്തേഡല്ല. ഇനി നമ്മൾ തേർഡ് കൊടുത്തിട്ട് നമ്മൾ ഫോർത്തിലേക്ക് ഇടുമ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കുക. എന്നിട്ട് ആക്സിലറേഷൻ അയക്കുക, സാവധാനം ക്ലച്ച് പിടിക്കുക, ഫോർത്തിലേക്ക് ഇടുക. 1 2 3 4 5 ഉണ്ടോ പതിയെ ഒരു 4-5 സെക്കൻഡ് കൊണ്ട് പതുക്കെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി നമ്മുടെ വണ്ടി അടുത്തൊരു ഗിയറിൽ അപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ആ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ജെർക്ക് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പല ആൾക്കാരും ഗിയർ ഇടുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് ക്ലച്ച് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഞാൻ വരുന്നത് ഇപ്പം സെക്കൻഡ് ഗിയറിലാണ്. ഇവിടെ ഒരു വളവാണ്. ഈ വളവ് നമ്മൾ ഇങ്ങോട്ട് ബ്രേക്ക് വന്ന് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്തൊരു ഗിയർ കൊടുക്കുന്ന സമയത്ത് പലരും ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. പ്രത്യേകിച്ച് ഈ മിസ്റ്റേക്ക് ചെയ്യുന്ന ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരാണ്. അതായത് ഇവിടെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് അടുത്ത ഗിയർ കൊടുക്കാൻ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ആക്സിലറേഷൻ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് തേർഡിലേക്ക് ഇടും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യും. ഇങ്ങനെ പല തുടക്കക്കാരെ, അത് ഡ്രൈവിംഗ് പഠിക്കുന്നവർ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ നിങ്ങൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് അനാവശ്യമായിട്ട് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കരുത്. ഇപ്പം ഞാനിവിടെ തേർഡിൽ വരുവാണ്, എനിക്കിവിടെ കയറ്റമാണ്, സെക്കൻഡ് ഗിയർ കൊടുക്കണം. ക്ലച്ച് ചവിട്ടി പിടിക്കുന്ന കൂട്ടത്തിൽ ആക്സിലറേഷൻ ഞെക്കി പിടിച്ചുകൊണ്ട് സെക്കൻഡ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് മാത്രം ചവിട്ടുക, ഗിയർ ഇടുക. ആ സമയത്ത് ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചാൽ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. അത് പുറത്ത് നിൽക്കുന്നവർക്കും വാഹനം ഓടിക്കുന്ന കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അരോചകത്വം ഉണ്ടാകാൻ ഉള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് പറയാം. നമ്മളൊരു വാഹനം കയറ്റത്തൊക്കെ എടുക്കുന്ന സമയത്ത്
പ്രത്യേകിച്ച് ഇത് എക്സ്പേർട്ട് ആയിട്ടുള്ള പല ഡ്രൈവേഴ്സും ഡ്രൈവിങ്ങിൽ ചെയ്യുന്നതാണ്. കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലും മാത്രമായിട്ട് കുറേയധികം സമയം, ചിലപ്പോൾ 1 മിനിറ്റൊക്കെ അല്ലെങ്കിൽ ഒരു 30-40 സെക്കൻഡൊക്കെ ചുമ്മാ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലും മാത്രമായിട്ട് കയറ്റത്ത് നിർത്തും, ബ്രേക്കിൻ്റെ സഹായമില്ലാതെ. അങ്ങനെ ഒരുപാട് നേരം നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് വളരെ വേഗത്തിൽ കരിയും. അതുപോലെ തന്നെ ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഫ്യൂവലൊക്കെ കത്തിത്തീരുന്ന ഒരു പ്രശ്നം വരും. നമ്മൾ കയറ്റത്ത് നമ്മുടെ വണ്ടി ഒന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ കയറ്റത്ത് എൻ്റെ വണ്ടി എനിക്കൊന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി തന്നെ വണ്ടി ഇതുപോലെ നിർത്തുക. എന്നിട്ട് മുന്നിലുള്ള വാഹനം എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് വണ്ടി ഇങ്ങോട്ട് നീക്കുക. അല്ലാതെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ട്രാഫിക് ആണെന്ന് കരുതി ഇതുപോലെ ഹാഫ് ക്ലച്ച് ഇങ്ങോട്ട് താങ്ങി പിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുക. അതായത് ഇപ്പം നമ്മുടെ വണ്ടി കയറ്റത്താണ് നിൽക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ക്ലച്ചിലും ആക്സിലറേഷനും ആയിട്ട് ഇങ്ങനെ തന്നെ വാഹനത്തെ ആ ട്രാഫിക് തീരുന്നത് വരെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കും. ഇത് നമ്മുടെ വാഹനത്തിന് ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരുത്തും, കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും, ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമ്മുടെ കാലിന് പെയിൻ ഉണ്ടാകും, ഇടത്തെ കാലിലും വലത്തെ കാലിലും പെയിൻ ഉണ്ടാകും. നമ്മൾ കുറച്ച് നേരം നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് ബാലൻസ് ചെയ്ത് നിർത്തുക. അല്ലെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രലാക്കിയിട്ട് ബ്രേക്ക് കാല് വെച്ച് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടോ വണ്ടി നിങ്ങൾ കുറച്ച് നേരം അവിടെ ഇടുക. എന്നിട്ട് മുന്നിലുള്ള വാഹനം എടുക്കാനായിട്ടൊരു ലാഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടുക. ലാഗ് ഇല്ലയെന്ന് തോന്നിയാൽ വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക. ഇനി വണ്ടി വീണ്ടും നിർത്തണമെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുക. അങ്ങനെ നമ്മൾ ക്ലച്ചിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ആവശ്യാനുസരണം മാത്രം ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിച്ച് ശീലിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.